ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു അവർ ചാനൽ. അപ്പം നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു ചിക്കൻ മസാലയാണ്. അതും ചിക്കൻ ഇല്ലാതെ എങ്ങനെ ചിക്കൻ മസാല ഉണ്ടാക്കാമെന്ന് ആർക്കും വരെ അറിയുണ്ടാവില്ല അല്ലേ. അപ്പോൾ ഇത് ചിക്കൻ ഇല്ലാതെ നമുക്കൊരു അടിപൊളി ചിക്കൻ മസാല എങ്ങനെ ഉണ്ടാക്കാം, ചിക്കൻ്റെ അതേ ടേസ്റ്റിൽ ഒരു സ്പെഷ്യൽ കൂട്ടാൻ അങ്ങനെ പറഞ്ഞാൽ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ സാധനമാണ്. അപ്പോൾ നമ്മൾ കടച്ചക്കയാണ് നമ്മൾ വേണ്ടി ഇവിടെ ഉപയോഗിക്കുന്നത്. കടച്ചക്ക എല്ലാവർക്കും അറിയായിരിക്കും. ചില നാട്ടിലൊക്കെ എന്താ പറയല് എനിക്കറിയില്ല, പക്ഷേ ഞങ്ങൾ നാട്ടിൽ ഇതിന് കടച്ചക്ക എന്നാണ് പറയുന്നത്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ ചിക്കൻ മസാല ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവം കേട്ടോ, അല്ലാതെ ട്രൈ ചെയ്ത് നോക്കുകൊണ്ടു. അപ്പോൾ നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം, നന്നായിട്ടൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് അറിയിക്കണം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അപ്പോൾ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പോൾ കടച്ചക്ക മുറിക്കാൻ അറിയാത്തവർക്കും വേണ്ടിയിട്ടും ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യണേ. അപ്പോൾ എങ്ങനെ മുറിക്കണം എന്നുള്ളത് ഇത് നോക്കി വേഗം മനസ്സിലാക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മുറിക്കണ വീഡിയോ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ താല്പര്യമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോകാം. ഇങ്ങനെ കട്ട് ചെയ്ത് എളുപ്പത്തിൽ മുറിച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഒരു 5 മിനിറ്റ്സ് കൊണ്ട് തന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഒന്നും ഞാൻ വല്ലാതെ കാണിക്കണില്ല. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പാന് ഒന്ന് ചൂടാക്കാൻ വെക്കാം. അതൊന്ന് ചൂടായി വന്ന ശേഷം നമുക്ക് അതിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ഇല്ലാഞ്ഞാൽ സൺഫ്ലവർ ഓയിലായാലും മതി. അപ്പോൾ വെളിച്ചെണ്ണ ഞങ്ങൾ ഇവിടെ യൂസ് ചെയ്തത്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഒന്ന് നല്ലോണം ചൂടായി വരട്ടെ കേട്ടോ. ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെറുതാക്കി കനം കുറഞ്ഞ് അരിഞ്ഞ് വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ ആയി വരുന്ന വരെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. നന്നായിട്ടൊന്ന് വാടി വരട്ടെ. അപ്പോൾ ഇതാ നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും വെന്ത് വരുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായി വാടിയിട്ടോ. അതിന് ശേഷം ഞാൻ ഒരു 1.5 സവാള, ചെറിയ സവാളയാണ്, അതിൽ 1.5 എടുത്തിട്ട് നല്ല കനം കുറച്ച് അരിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതൊന്ന് വാടി വരട്ടെ. വേഗം വാടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ നന്നായിരിക്കും കേട്ടോ. ഉള്ളി ഇടുന്ന അതേ സമയം തന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്താൽ വേഗത്തിലൊന്ന് ഉള്ളി വഴന്ന് കിട്ടും. ഇപ്പം ഞാൻ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രമേ പെടുന്നുള്ളൂ. കാരണം നമ്മുടെ കടച്ചക്കയിൽ ആദ്യം തന്നെ നമ്മൾ ഉപ്പ് ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. കുക്കറിൽ ഒരു വിസിലടിക്കുന്നത് വരെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഉപ്പും വെള്ളവും ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതിലേക്ക് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇതാ ഉള്ളി വാടാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളത് നോക്കാം. ഇനി പൊടികളാണ് നമുക്ക് ഇടാനുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഒരു 1.5 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞ ഓവറാവണ്ട, ഇതിൻ്റെ കുറച്ച് ഏറി പോയിട്ടാണ്, എന്നാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ്. പക്ഷെ മഞ്ഞൾപ്പൊടിക്ക് നല്ല ഗുണങ്ങളാട്ടോ. എന്തൊക്കെയോ അസുഖങ്ങളൊക്കെ തടുക്കും, വിഷം ഒക്കെ ഇല്ലാതാക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് കേൾക്കാം. അപ്പോൾ കുറച്ച് മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തു. ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തു.
നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മസാല പൊടികളൊക്കെ ഇടുമ്പോൾ തീരെ വെള്ളം ഉണ്ടാവില്ല, അപ്പോൾ അടിക്ക് പിടിക്കാൻ നല്ല സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്തെടുക്കാം. അല്ല ഞാൻ മസാലപ്പൊടികളൊക്കെ കരിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട്, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറും. അപ്പോൾ ആ മസാലയൊക്കെ നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഒരു 3/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്തിട്ട് കുറച്ച് സ്പൈസി ആവണം, ഞാൻ ടേസ്റ്റിന് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുത്തു. ഒരു പ്രത്യേക ടേസ്റ്റുള്ള ചിക്കൻ്റെ ഒരു ഫ്ലേവറൊക്കെ വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഗരം മസാലയും കുറച്ച് ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കാം. ചിക്കൻ മസാല ഇല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോവാം കേട്ടോ. ചിക്കൻ മസാല ഒരിക്കലും നിർബന്ധമല്ല, വെറും ഓപ്ഷണലാണ്. അപ്പോൾ അതില്ലാത്തവർക്ക് ഗരം മസാല വെച്ചാലും മതി. ഇനി ഗരം മസാല ഇല്ല എന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല, അല്ലെങ്കിൽ നല്ല ചിക്കൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് അതിന് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ കടച്ചക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിൽ കുക്കറിലാവണ വരെ ഒന്ന് വേവിച്ചെടുത്താണ്. അപ്പം തന്നെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഇതിലേക്കൊന്ന് കോരിയിട്ട് കൊടുക്കാം വെള്ളമൊക്കെ വാർത്ത ശേഷം. അപ്പോൾ നമ്മളിവിടെ ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. മസാലയൊക്കെ എല്ലായിടത്തേക്കും എത്തണമല്ലോ, അപ്പോൾ അതിന് വേണ്ടി നമുക്കിത് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ എൻ്റെ പാത്രം നിറഞ്ഞു, ഇത്രക്കുള്ളൊന്നും പ്രതീക്ഷിച്ചില്ല, കുറേ പുറത്തൊക്കെ പോയി നമ്മൾ മിക്സ് ആക്കി എടുത്തപ്പോൾ വലിയ പാത്രം എടുക്കണം, കുറേ ഉള്ളവർ എന്തായാലും. അപ്പോൾ ഏകദേശം നമ്മുടെ കടച്ചക്ക ഇവിടെ നല്ല വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാല ഒന്ന് കൊടുക്കുന്ന വരെ ചെറിയ തീയിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമ്മളുടെ ചിക്കനില്ലാത്ത ചിക്കൻ മസാല അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ട എന്തായാലും ഷെയർ ചെയ്തിട്ട് എൻ്റെ വീഡിയോക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്യാത്തതിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തതിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമ്മളുടെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയ തേങ്ങ കുറച്ച് പെരുംജീരകം ഇട്ടിട്ട് ഒന്ന് മിക്സിയിൽ ചതച്ചെടുത്തതാണ്, അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. അടിപൊളി ചിക്കൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഒരു ചെറു പ്രത്യേക ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഉള്ളിത്തൂമ്പ് ഒനിയൻ്റെ ഞാൻ ചീരുള്ളി വീട്ടിൽ മുളപ്പിച്ചെടുത്തതാണ്, അതും കുറച്ച് ചപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളെ സാധാ ചീരുള്ളി വീട്ടിൽ മുളപ്പിച്ചെടുത്തതാട്ടോ, ഒരു പ്രശ്നമില്ല, നല്ല ടേസ്റ്റുണ്ട്. ഫ്രൈഡ് റൈസൊക്കെ മെയിനായിട്ട് ഉപയോഗിക്കണതാണ് ഉള്ളിത്തൂമ്പ്, അതിന് വേണ്ടി കുത്തി വെച്ചത് വരുന്നത്. അപ്പോൾ ഏതൊരു ഇതിൽ ഉപകാരപ്പെട്ടു. അപ്പോൾ ബൈ ബൈ, അസ്സലാമു അലൈക്കും.